പൂവാറ് ട്രിപ്പ് പോവാണ്. ഇതുവരെ നമ്മൾ പൂവാർ ബോട്ടിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പൂവാർ ബോട്ടിങ്ങിനായിട്ടാണ് വന്നത്. ഇവര് പറയുന്ന കുറെ വെറൈറ്റി സ്ഥലങ്ങളും മീനുകളെയും പക്ഷികളെയും ഒക്കെ കാണാവുന്നതാണ്. നമുക്കിനിയും നമ്മുടെ ബോട്ടിൽ കയറി പോകാം. നമ്മുടെ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ പോകുന്ന ഒരു സർക്കുലർ പാത്തിലാണ്. ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി വേറെ വഴിയാണ് വരുന്നത്. ഈ ബോട്ടൊക്കെ ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ. ഇത് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു കനാലിൽ കൂടെ കയറി നെയ്യാറിൻ്റെ റിവറിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡ് നോക്കി കുറേ കണ്ടൽക്കാടുകളാണ്. അതിൻ്റെ മരങ്ങളൊക്കെ കണ്ട വെള്ളത്തിലോട്ട് ചാഞ്ഞിരിക്കുന്നു. പേരൊക്കെ നോക്കിക്കേ. യു ബീച്ച്. ഹായ്, അതേത് ബീച്ചാ? ഓ, ഗോൾഡൻ സാൻഡ് ബീച്ച്. നമ്മൾക്ക് ബീച്ചിൽ പോകാം. പൂവാറ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമുക്ക് വലിയ കാണാം. സ്നേഹിനെ കണ്ട കൂട്ടുകാരെ ജനങ്ങളുടെ ബോട്ട് കേട്ടോ ഫ്രണ്ട്സ്. ഒരു ഹായ് പറഞ്ഞു. അതിൽ ഇവരെ തൊട്ട് കാണിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോഴേ അതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചരിയുന്നേ കണ്ട. സ്റ്റിയറിംഗ് കണ്ട്. ലൈറ്റ് മാത്രം യെല്ലോ കളറാവുന്നേ. നല്ല പേരുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മാംഗ്രോവ് ഫോറസ്റ്റിലൂടെയാണ് കൂട്ടുകാരെ. മാംഗ്രോവ് ഫോറസ്റ്റിന്റെ അകത്തൂടെ പോകാൻ സൂപ്പറാണോ ആണ്. ഈ മരത്തിലൊക്കെ പലതരത്തിലുള്ള കായ്കളുണ്ട്. പക്ഷെ ഒന്നും തിന്നല്ലേ, ഇതിനകത്തുള്ള ഒക്കെ വിഷമുണ്ട്. കൂട്ടുകാരെ, നമ്മൾ നേരെ ഗോൾഡൻ സാൻഡ് ബീച്ചിലോട്ട് പോവാണ്. വഴിയിൽ ഇഷ്ടംപോലെ വലിയ കൊക്കുകളും പല തരത്തിലുള്ള പക്ഷികളെയും കാണാം. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഗോൾഡൻ ബീച്ചിലോട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗോൾഡൻ സാൻഡ് ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. നോക്കാം. ആ നിധി ചേച്ചി, ഇവിടെ കുറെ കടകള്, കുതിര സവാരി, ഒട്ടക സവാരി ഒക്കെ ഉണ്ടല്ലോ. ചേച്ചി, നമുക്ക് ഒട്ടകത്തിൽ കയറിയാലോ?
ഇതാണെങ്കിൽ അഴിമുഖം എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ റിവറും കടലും ഒക്കെ വന്ന് എല്ലാ റിവറും വന്ന് കടലല്ലേ ചേരുന്നത്. അപ്പം ആ ചേരുന്ന ഭാഗമാണ് ഇത്. അതാണ് എലിഫന്റ് റോക്ക്. ട്രിപ്പ് തീർന്നിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ പോകുന്നവരെ കാണാം.